ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചിയും രേവതിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നീലിമ വിളിക്കുവാണ്. നീലിമ വിളിച്ചിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, സച്ചി ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്, നാളെ രാവിലെ എയർപോർട്ടിലെത്തും, അപ്പോൾ പിന്നെ സച്ചി എന്നെ വന്നൊന്ന് പിക്ക് ചെയ്യാവോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ സച്ചി പറയും, അതിനെന്താ മാഡം, സമയം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ നീലിമ പറയുന്നുണ്ട്, രാവിലെ 7:30 ആവുമ്പോൾ സച്ചി എയർപോർട്ടിൽ വന്ന് നിൽക്കണം, ഞാൻ എത്തും എന്ന് പറയുമ്പോഴേക്കും സച്ചി ശരി മാഡം എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണ്. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, രേവതി എനിക്ക് നാളെ രാവിലെ തന്നെ പോകണം, ഞാൻ മറ്റേ കാനഡയിലെ മാഡം വരുന്നുണ്ട്, എനിക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്ത് വർഷയോട് ചോദിക്കുന്നുണ്ട്, വർഷേ നമുക്കിതുപോലൊരു വീട് മേടിക്കണ്ടേന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഇതുപോലത്തെ ഒരു വീടൊന്നും വേണ്ട, നമുക്കിപ്പോൾ ഇരിക്കുന്നത് പോലത്തെ വീട്ടിൽ ഒരുമിച്ചിരുന്നാൽ മതി എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, അത് ശരി, പക്ഷേ 40+ ഏജ് ആകുമ്പോഴേക്കും നമുക്കൊരു വീട് വേണം എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, അങ്ങനെ മേടിക്കുവാണെങ്കിലും ഇങ്ങനെ ഒറ്റപ്പെട്ടൊരു വീട് വേണ്ട, എനിക്കൊരു അപ്പാർട്ട്മെൻറ്റിൽ വീടെടുത്താൽ മതി, ചുറ്റിനും നിറച്ചും വീടുണ്ടാവണം, ഇത് കണ്ടില്ലേ അടുത്തൊന്നും ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വർഷയുടെ വീടിനെ പറ്റിയുള്ള സങ്കല്പങ്ങളൊക്കെ പറയുവാണ്. വർഷയ്ക്ക് ഇപ്പോൾ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും ആ വീടുള്ളിടത്ത് പോലും പോയി നിൽക്കാൻ താല്പര്യമില്ല, അത്രയും വലിയ വീട്ടിൽ ജനിച്ച് വളർന്നത് കൊണ്ട് തന്നെ അങ്ങനത്തെ വീടൊന്നും ഇനി താല്പര്യമില്ല, ചുറ്റിനും ആളുകളൊക്കെ ഉള്ള വീടാണ് താല്പര്യം എന്നൊക്കെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സച്ചി നീലിമയുമായിട്ട് എയർപോർട്ടിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. സച്ചി നീലിമയോട് കാനഡയിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എത്ര നാൾ ഇവിടെ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, അത് പറയാൻ പറ്റില്ല സച്ചി, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നതും ഇതേ വിഷയത്തിന് വേണ്ടിയിട്ടായിരുന്നു, ഒരു രജിസ്ട്രേഷൻ വിഷയത്തിന്, പക്ഷെ അന്ന് അത് നടന്നില്ല എന്ന് പറയുമ്പോൾ സച്ചി അതെന്താ കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ് വേറെ രീതിയിൽ ചിലവായി പോയി എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി ചോദിക്കും, എത്ര രൂപ ഉണ്ടായിരുന്നു മാഡം? അപ്പോൾ നീലിമ പറയുവാണ്, ഒരു 55 ലക്ഷം. അപ്പോൾ സച്ചി ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്, 55 ലക്ഷമോ? അപ്പോൾ നീലിമ പറയുന്നുണ്ട്, ഹാ സച്ചി, 2 ഫ്രോഡുകൾ എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ മേടിച്ചു എന്നൊക്കെ പറയുവാണ് നീലിമ ശ്രുതിയേയും പറ്റിയാണ് ഈ പറയുന്നതെന്ന് സച്ചി അപ്പം മനസ്സിലാക്കുന്നില്ലേ. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്, അത് രജിസ്ട്രേഷൻ്റെ കാര്യമായിട്ടാണ് ഞാനിപ്പോൾ നാട്ടിലോട്ട് വന്നതെന്ന് നീലിമ പറയുന്നുണ്ട്. ഏതായാലും ഒരു 2-3 ആഴ്ച ഉണ്ടാവുമെന്നും സച്ചിയോട് പറയുന്നുണ്ട്. മേടിക്കുന്ന ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുത്തിട്ട് നീലിമ തിരിച്ച് കാനഡയിൽ തന്നെ പോകുമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, മാഡം എന്തിനാ ഇവിടെ ഒരു ഫ്ലാറ്റ് മേടിച്ചിട്ട് അവിടെ പോയി താമസിക്കുന്നത്, ഇവിടെ തന്നെ നിന്നൂടെ എന്ന് പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, ഇല്ല സച്ചി, അതൊരു വരുമാനമായിരിക്കില്ലേ, ഇവിടെ റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ സുഖമായിട്ട് പോയി താമസിക്കാം എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഹോ മാഡം, കഷ്ടപ്പെട്ടൊരു വീട് മേടിച്ചിട്ട് താമസിക്കാതെ പോവാണോ? ഇപ്പം എൻ്റെ ചേട്ടനുണ്ട്, ചേട്ടനും ഇതുപോലെ തന്നെയാണ്, ഒരു വലിയ ബംഗ്ലാവൊക്കെ മേടിച്ചിട്ടുണ്ട്, അതും ഇതുപോലെ വാടക കൊടുക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. സച്ചി സുധിയെ പറ്റിയാണ് പറയുന്നതെന്ന് നീലിമയ്ക്കും മനസ്സിലാവുന്നില്ല. തനിക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ടെന്നും സച്ചി അവൈലബിൾ ആയിരിക്കില്ലേന്നും നീലിമ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, മാഡം ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ അപ്പം തന്നെ എത്തിക്കോളാം എന്ന് പറയുവാണ്. അപ്പോൾ നീലിമ താങ്ക്സ് ഒക്കെ പറയുമ്പോഴേക്കും സച്ചി തിരിച്ചും താങ്ക്സ് പറയുവാണ്. അപ്പോൾ നീലിമ ചോദിക്കുന്നുണ്ട്, സച്ചി എന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നത്? ഇല്ല മാഡം, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മാഡം എൻ്റെ കാറിലാണ് യാത്ര ചെയ്തിരുന്നത്, ഇപ്രാവശ്യം വന്നപ്പോഴും മറക്കാതെ എൻ്റെ നമ്പറിൽ തന്നെ വിളിച്ച് എന്നോട് ട്രിപ്പ് എടുക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, അതിനാണ് ഞാൻ താങ്ക്സ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, സച്ചി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കും, ഞാൻ ഇവിടെ വരുമ്പോൾ ഇനി വേറൊരാളുടെ കാറ് പിടിച്ച് അയാൾ എന്നോട് റൂഡായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൂഡും പോവും അയാളുടെ മൂഡും പോവും. സച്ചി ആകുമ്പോൾ അതില്ല, സച്ചി നല്ല പ്ലസൻ്റ് ആണ്, ഞാനും അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കും. പിന്നെ സച്ചിയുടെ വിശേഷങ്ങളൊക്കെ നീലിമ ചോദിക്കുന്നുണ്ട്. സച്ചി അപ്പോൾ താൻ 2 കാറ് മേടിച്ച കാര്യവും രേവതി ഇപ്പോൾ പുതിയൊരു ബിസിനസ് തുടങ്ങിയ കാര്യമൊക്കെ പറയുമ്പോഴേക്കും നീലിമ ചോദിക്കുന്നുണ്ട്, സച്ചി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും രേവതിയെ പറ്റി തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്, ദേ ഇപ്പോഴും രേവതിയെ പറ്റി തന്നെ വളരെ അഭിമാനത്തോടെ സംസാരിക്കുന്നു, എന്താ ഭാര്യ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ മാഡം, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ജീവനാണെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. മാഡത്തിൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് ചോദിക്കുമ്പോഴേക്കും നീലിമക്ക് പഴയ ഓർമ്മകളൊക്കെ വരുവാണ്. നീലിമ പറയുന്നുണ്ട് ഭയങ്കര വിഷമത്തോടെ, ഇല്ല സച്ചി, എനിക്കിപ്പോൾ അതിലൊന്നും താല്പര്യമില്ല, ഞാനിപ്പോൾ എൻ്റെ കരിയറിലാണ് ഫോക്കസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഒരു വീട് സ്വന്തമായിട്ട് മേടിക്കാനൊക്കെ പറ്റിയതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുത്തത് ആരാണെന്ന് പറ, നമ്മുടെ ആൾക്കാർ ഇവിടെ കുറേ പേരുണ്ട്, നമുക്ക് ആ പൈസ തിരിച്ചു മേടിക്കാം എന്ന് പറയുമ്പോൾ നീലിമ പറയുന്നുണ്ട്, ഹേയ് അതൊന്നും വേണ്ട സച്ചി, അതൊക്കെ ഞാൻ വിട്ട കാര്യമാണ്, ഇപ്പോൾ എനിക്ക് അതേപ്പറ്റി ഓർക്കാൻ തന്നെ ഇഷ്ടമില്ല, സച്ചി എന്നെ ഇപ്പോൾ ഒന്ന് എൻ്റെ ഫ്ലാറ്റിലോട്ട് ഡ്രോപ്പ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആയിട്ട് നമുക്കൊരു 10 മണിയാകുമ്പോൾ രജിസ്ട്രേഷൻ ഓഫീസിൽ പോകണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി ഓക്കെയും പറയുന്നുണ്ട്.
പിന്നെ കാണിക്കുന്നത് രവീന്ദ്രനും ചന്ദ്രയും കൂടി നടക്കാൻ ഇറങ്ങിയിരിക്കുവാണ്. അപ്പോൾ ചന്ദ്ര പതിവ് പോലെ തന്നെ സുധിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ നടക്കുമ്പോഴേക്കും പൊടി പോലും ഇല്ല. എനിക്ക് ഇങ്ങനത്തുള്ളൊരു സ്ഥലത്ത് നടക്കാനും ഇഷ്ടം. നമ്മുടെ നാട്ടിൽ എന്തൊരു പൊടിയാ, എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അവിടെ നടക്കാനൊന്നും പോകാത്ത. ഇനി ഡെയിലി ഞാൻ നടക്കാൻ വരും എന്നൊക്കെ പറഞ്ഞ് സുധിയെയും ശ്രുതിയെയും പറ്റിയൊക്കെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ, ഒരു വീട് മേടിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ തറവാടിനെയോ നമ്മുടെ ബാക്കി മക്കളെയോ നീ ചെറുതായൊന്നും കാണരുത്. അവരും നിന്റെ മക്കളാണെന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ ചന്ദ്ര എവിടെ കേൾക്കാൻ, ചന്ദ്ര എന്തോ സ്വർഗത്തിലെന്ന വണ്ണവും ആ റോട്ടിലൂടെയൊക്കെ നടക്കുവാണ് ഭയങ്കര സന്തോഷത്തിൽ. പിന്നെ രവീന്ദ്രൻ ഓരോന്നൊക്കെ പറയുമ്പോഴേക്കും ഇവർ തമ്മിൽ വഴക്കിടുന്നുണ്ട്. ചന്ദ്ര മുമ്പിൽ വന്നിട്ട് സ്പീഡിൽ നടന്നു പോവാണ്. അപ്പോൾ ഒരു കരിക്കുകാരൻ ഉണ്ടാവേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്ര ഇളനീര് കുടിച്ചിട്ട് പോകുമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, നിങ്ങൾ തന്നെ കുടിച്ചോ എന്ന് പറയുവാണ്. അങ്ങനെ രവീന്ദ്രൻ അവിടെ നിന്നും ഇളനീര് മേടിച്ച് കുടിക്കാൻ നിർത്ത്. അയാൾ ചോദിക്കുന്നുണ്ട്, ഈ ഏരിയയിലൊന്നും കണ്ടിട്ടില്ലല്ലോ, പുതിയതാണോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഹാ, എൻ്റെ മോൻ ഇപ്പോൾ ഇവിടെ ഒരു പുതിയതായിട്ട് വീട് മേടിച്ചു, അഡ്വാൻസ് ഒക്കെ കൊടുത്തു, ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഏത് വീട്ടിലാണ് സാർ എന്ന് പറയുമ്പോൾ ദേ ആ ലാസ്റ്റ് കാണുന്ന ഹിൽ ടോപ്പിലുള്ള വീടാണെന്ന് പറയുവാണ്. അപ്പോൾ ഇയാൾക്കൊരു സംശയം തോന്നിയിട്ട് രവീന്ദ്രൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഇനി എപ്പോഴും ഈ വഴിയായിരിക്കും വാക്കിങ്ങിന് വരുന്നത്, എന്നെ കാണുമ്പോൾ ഇളനീർ എനിക്ക് ഡെയിലി വേണം, എനിക്കൊരു കുറച്ച് പൈസ കുറച്ചൊക്കെ തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ കാശും കൊടുത്ത് അവിടെ നിന്ന് പോവുകയാണേ. അപ്പോൾ ഈ ഇളനീരുകാരൻ എളുപ്പം ഫോൺ എടുത്ത് ഒരാളെ വിളിക്കുവാണ്. അതാരാണെന്നൊന്നും കാണിക്കുന്നില്ല, സാറേ എന്നാണ് ഫോണിൽ കൂടി സംസാരിക്കുന്നത്. രവീന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ടെൻഷനോട് കൂടിയാണ് ഈ ഇളനീരുകാരൻ ഫോണിൽ കൂടിയുള്ള ഒരാളോട് സംസാരിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് സച്ചി നീലിമയായിട്ട് രജിസ്റ്റർ ഓഫീസിലോട്ട് പോവാണ്. നീലിമ പറയുന്നുണ്ട്, സച്ചി 10-15 മിനിറ്റ് സമയം എടുക്കും, സച്ചി വേണമെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വാ, ഞാൻ അകത്ത് പോയിട്ട് മാഡത്തിനെയൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നീലിമ രജിസ്റ്റർ ഓഫീസിൻ്റെ അകത്തോട്ട് കയറിപ്പോവാണ്. എന്നിട്ട് ഡോക്യുമെൻ്റായിട്ട് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അവിടുത്തെ സാറിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ ടൈമിലാണ് സുധിയും ആനന്ദും ശ്രുതിയും കൂടി രജിസ്റ്റർ ഓഫീസിലോട്ട് വരുന്നത്. രജിസ്ട്രേഷൻ എത്ര രൂപയാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ വരുന്നത്. അങ്ങനെ സുധി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആനന്ദിനോട് ചോദിക്കുന്നുണ്ട്, 4-5 ലക്ഷം രൂപയല്ലേ ആവത്തുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, 5 കോടിയുടെ വീട് മേടിച്ചിട്ട് 4-5 ലക്ഷം രൂപയോ, അതൊക്കെ നമുക്ക് സംസാരിക്കാം, എത്രയാവും എന്നൊക്കെ നോക്കാം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി പൈസക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, 6 മാസം സമയമുണ്ടല്ലോ ശ്രുതി, നീ ടെൻഷൻ അടിക്കാതെ, പൈസയൊക്കെ നമുക്ക് ഒപ്പിക്കാമെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി അവിടെ നിന്ന് സച്ചിയുടെ കാർ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ആനന്ദ് പറയുന്നുണ്ട്, ശ്രുതി ദേ നിൻ്റെ അനിയൻ അവിടെ ഉണ്ടല്ലോ സച്ചി, ഇവൻ ഇവിടെ എന്ത് ചെയ്യുവാന്ന് സുധി ആലോചിക്കുമ്പോഴേക്കും ആനന്ദ് സച്ചിയെ വിളിക്കുന്നുണ്ട്. സച്ചി ഇവരെ കാണുമ്പോഴേക്കും സുധിയുടെ അടുത്തോട്ട് വരുവാണ്. നിങ്ങളെന്താ ഇവിടെ 3 പേരും ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അത് പിന്നെ രജിസ്ട്രേഷനൊക്കെ എത്ര രൂപയാവും എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ട്രിപ്പിൻ്റെ ആവശ്യത്തിന് വന്നതാ, മാഡം അകത്തുണ്ടെന്ന് പറയുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ട്, എന്നാൽ സച്ചിയും വാ, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു പോയി ചോദിക്കാമെന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, ഇവൻ എന്തിനാ, നമുക്ക് പോയി അന്വേഷിക്കാമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുവേ, നീ വിളിച്ചാലും ഞാൻ വരാനൊന്നും പോകുന്നില്ല, ഇപ്പോൾ തന്നെ ജാതക്കുള്ള ആൾക്കാരുണ്ട് ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോഴേക്കും സുധി ചോദിക്കും, ജാതക്കുള്ള ആൾക്കാരോ, പിന്നെ ഒരാൾ പോയി അന്വേഷിക്കേണ്ട കാര്യങ്ങൾ 3 പേരായിട്ടാണ് പോയി അന്വേഷിക്കേണ്ടത്, അപ്പോൾ പിന്നെ അത് ജാതക്കുള്ള ആൾക്കാരല്ലേ, ഞാനൊന്നും വരുന്നില്ല എന്ന് പറയുവാണ് സച്ചി. ഇവൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ശ്രുതി നമുക്ക് പോകാം, വീട് വിൽക്കാൻ പറഞ്ഞപ്പോൾ സമ്മതിക്കാത്തവനാ, നീ നോക്കിക്കോടാ, 3 മാസത്തിൻ്റെ ഉള്ളിൽ ഇതേ രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ട് ആ ബംഗ്ലാവിൻ്റെ രജിസ്ട്രേഷൻ ഞാൻ നടത്തും, നീ മറക്കാതെ ഇത് ഓർമ്മയിൽ സൂക്ഷിച്ച് വെച്ചോ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ മറന്നുപോകും, നീ എനിക്കൊരു മെസ്സേജ് അയച്ചിട് എന്നൊക്കെ പറയുവാണ്. വന്ന ജോലി നോക്കടാ ശ്രുതി എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്നും പോവാണ്. ശ്രുതിയെയും കൂട്ടി ഓഫീസിൻ്റെ അകത്തോട്ടും കയറിപ്പോകുന്നുണ്ട്. ഇവരകത്ത് പോയിട്ട് എത്ര രൂപയാണ് രജിസ്ട്രേഷന്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഡോക്യുമെൻ്റാണ് ആവശ്യം എന്നൊക്കെ അവിടെയുള്ള മാഡത്തിനോട് സംസാരിക്കുന്ന ടൈമിൽ രജിസ്ട്രാറേയും കണ്ട് നീലിമ ആ റൂമിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ നീലിമ ശ്രുതിയും കാണുന്നുണ്ട്. ശ്രുതിയും ഇവരെ കണ്ടിട്ടില്ലേ, നീലിമയ്ക്ക് ഇവരെ കാണുന്നതും അങ്ങോട്ട് ഭ്രാന്ത് പിടിക്കുവാണ്. പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൈൻഡിൽ വന്നിട്ട് അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് നീലിമ. അങ്ങനെ ദേഷ്യം കയറി കലിതുള്ളി നീലിമ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.